കീം 2025 ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അതായത് കീം 2025 വരുന്നത് April 20 തൊട്ടിട്ട് April 29 വരെയാണ്. April 23, 25, 26, 27, 28, 29 ആണ് എഞ്ചിനീയറിംഗ് എക്സാം വരുന്നത്. അതുപോലെ 24ഉം 29ഉം ആണ് ഫാർമസി എക്സാം വരുന്നത്. സോ കുറച്ച് പേര് അവരുടെ ഫൈനൽ പ്രിപ്പറേഷനിലായിരിക്കും, ലാസ്റ്റ് ടച്ചപ്പ് ആയിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്നത്. കുറച്ച് പേര് പകുതി എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാകും. ഇനി കുറച്ച് പേര് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. സോ എനിക്ക് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരോടാണ് ആദ്യം പറയാനുള്ളത്. കീം എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് എക്സാം ആണ്. അതായത് നിങ്ങൾക്ക് വേറെ യൂട്യൂബേഴ്സ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ദ മോസ്റ്റ് ഈസിയസ്റ്റ് എക്സാം ആണ് സ്കീം എന്ന് പറയുന്നത്. അത് ക്വാളിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ബേസിക് നോളജ്, അതായത് ബേസിക് ആയുള്ള കുറച്ച് സംഭവങ്ങൾ അറിഞ്ഞാൽ മതി, എന്നാൽ തന്നെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യും. അപ്പോൾ പക്ഷെ ക്വാളിഫൈ ആയാൽ മാത്രം പോലെ ഗവൺമെന്റ് സീറ്റ് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല റാങ്ക് കിട്ടണം. ആ റാങ്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വൃത്തിക്ക് പഠിച്ചാൽ മതി. അതായത് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഫോർമുല കറക്റ്റ് അറിയണം. അങ്ങനെ കുറച്ച് നോക്കിയാൽ മതി. പിന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് തൊട്ട് ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ഒന്നും ചെയ്യണ്ട. ഈ ഓരോരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസും കണ്ടന്റ്സും കൺസെപ്റ്റ്സും ഇക്വേഷൻസും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1-2 എങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. ഇത്ര ചെയ്താൽ തന്നെ നിങ്ങൾ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കീം എക്സാം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിലൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടണം. കമ്പ്യൂട്ടർ സയൻസ് ആണ് കൂടുതൽ പേര് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 2000 താഴെ റാങ്ക് വേണം ഗവൺമെന്റിൽ കിട്ടണമെങ്കിൽ. 2000 താഴെ ഉണ്ടെങ്കിൽ ഗവൺമെന്റിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ബാക്കി കിട്ടണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 5000, 7000 താഴെ എന്തായാലും റാങ്ക് വേണം. സോ അത് കിട്ടാൻ വലിയ പാടൊന്നുമില്ല, സംഭവം ഈസിയാണ്. നിങ്ങളുടെ കുറച്ചൊന്ന് ഹാർഡ് വർക്ക്, അതായത് ഈ ഒരു 10 ദിവസം ഇല്ലാന്ന് തോന്നുന്നു, 7 ദിവസമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ദിവസമെങ്കിലും നിങ്ങൾ വൃത്തിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഈ കീം എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ഫൈനൽ ടച്ചപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കീം എന്ന് പറയുന്നത്. കീം സംഭവം സിംപ്ലസ്റ്റ് എക്സാം ആണ്, ഈസിയാണ്. ഓരോരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്ര സിമ്പിൾ ആയിരുന്നു എന്ന് വരെ തോന്നിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് എല്ലാത്തിനും വരാൻ പോകുന്നത്. പിന്നെ ഇനിയുള്ള ദിവസം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി എബൌട്ട് എന്തൊക്കെ കൊണ്ടുപോകണം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ മെയിൻ ആയിട്ട് കൊണ്ടുപോകേണ്ട സാധനം കീം എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അഡ്മിറ്റ് കാർഡ് എയ്തർ പ്രിന്റഡ് ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷേ എങ്കിൽ പ്രിന്റഡ് ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. എങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടം. പ്രിന്റഡ് ആകുമ്പോൾ കുറച്ചും കൂടി ഫോട്ടോഗ്രാഫ്സ് ക്ലിയർ ആവും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമില്ല. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം, ഫസ്റ്റത്തെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അഡ്മിറ്റ് കാർഡ്. രണ്ടാമത്തെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തെങ്കിലും ഐ ഡി പ്രൂഫ്. കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുക ആധാർ കാർഡ് ആയിരിക്കും. ഇനി ആധാർ ഇല്ലാത്തവരാണെങ്കിൽ വോട്ടർ ID എടുക്കാം, പാസ്പോർട്ട് എടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. ഇനി നിങ്ങളുടെ സ്കൂളിൻ്റെ ID കാർഡ്സ് അത് അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് ഫോട്ടോഗ്രാഫ് ID പ്രൂഫ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ബാങ്കിൻ്റെ പാസ്ബുക്ക് എടുക്കാം. അത് ഫോട്ടോഗ്രാഫ് ഉള്ള എന്തെങ്കിലും ഒക്കെ എടുക്കാം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പെണ്ണ് കൈപിടിക്കുന്നത് നല്ലതാണ്. കാരണം പെണ്ണ് ആവശ്യമുള്ള സംഭവമാണ്. അത് അവിടെ നിന്ന് നിങ്ങൾക്ക് തരില്ല. നിങ്ങളുടെ കൊണ്ടുപോകണം നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഒരു പെണ്ണ് കൈപിടിക്കുക. അതുപോലെ ഒരു ചെറിയൊരു ഫോട്ടോ കൈപിടിക്കുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് കൈപിടിക്കുക ഒരു ഓപ്ഷണലാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എക്സാം ഹാളിൽ എത്തേണ്ട ടൈം നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആ സമയം ഏതാണോ അത് നോക്കിയിട്ട് എക്സാം ഹാളിൽ കയറാൻ നോക്കുക. എക്സാം ഹാളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടായിരിക്കും. അത് ഏതാണെന്ന് അവർ പറഞ്ഞുതരും. അപ്പോൾ അതിൻ്റെ മുന്നിൽ പോയിട്ടിരിക്കുക. പിന്നെ നിങ്ങൾക്കൊരു ഷീറ്റ് തരും, ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക്ലെറ്റ് തരും. ആ ബുക്ക്ലെറ്റിൽ നിങ്ങളുടെ പേരും റോൾ നമ്പറും എഴുതി വെക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ കഴിയാൻ നേരത്ത് ഇൻവിജിലേറ്റേഴ്സ് അത് എടുത്തിട്ട് പോവുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ആ പേപ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സോൾവ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറെ ഇലക്ട്രോണിക് ഐറ്റംസ്, വാച്ച്, കാൽക്കുലേറ്റർ, അതുപോലെ എന്തെങ്കിലും സ്മാർട്ട് വാച്ച് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ പറയാനുള്ളത് ഡ്രസ് കോഡ് ഇല്ല. നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇട്ടിട്ട് പോകാം. പക്ഷെ സിമ്പിൾ ആയിരിക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മാക്സിമം സിമ്പിൾ ആക്കാൻ നോക്കുക. പിന്നെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം
കീമിനില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം സിമ്പിൾ ഡ്രസ്സസ് യൂസ് ചെയ്യുമ്പോൾ, അല്ലാതെ ഈ ചുരിദാർ വലിയ വലിയ ചോളി ലെഹങ്ക അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഇട്ട് പോകാതെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ്, ടീഷർട്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോവാം. പിന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കീം ഈസി എക്സാം ആണ്. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു എക്സാം ആണിത്. ക്വാളിഫൈ ചെയ്യാൻ അത്ര മാർക്കൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഫോർമുലാസ് നോക്കി വെക്കുക, മാക്സിമം പ്രിപ്പയർ ചെയ്യുക, വർക്ക് ഹാർഡ്. എന്തെങ്കിലും ഡൗട്ട് ഈ ഡ്രസ് കോഡിലോ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ എടുക്കണം എന്നോ അതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.